ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് തൈരും തക്കാളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവും ട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, അതായത് ഒരു 2 ടീസ്പൂൺ ഒക്കെ മതിയാവും, ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും ഒരു 3 തക്കാളി എടുത്ത് ഒന്ന് അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തക്കാളി നല്ല ചെറുതായതിന്റെ പേരിലാണ് ഞാൻ 3 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും ട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയുടെയൊക്കെ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുമല്ലോ, വെന്ത് ഉടഞ്ഞു പോകുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും, പക്ഷെ ആ ഒരു സമയം വരെയും ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തൊലിയൊക്കെ ഇളകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് വരെയാണ് കേട്ടോ തക്കാളി വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3, 4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഞാനിവിടെ ഒരെണ്ണേ ചേർക്കത്തുള്ളൂ. എരിവ് എനിക്ക് പൊതുവെ കുറവായിട്ട് മതിയാവും. അതുകൊണ്ട് ഒരെണ്ണേ ചേർത്തോളൂ. ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ അങ്ങ് വഴറ്റി കൊടുക്കാം. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഇതിലേക്ക് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പൊ അതും കൂടെ ഇതിന്റെ കൂട്ടത്തിലിട്ട് എല്ലാം കൂടെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ദാണ്ട കണ്ടോ, എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്റ്റേജ് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഞാനിത് എന്തോ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. ഈ രീതിയിൽ ആരൊക്കെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യുകയും വേണം കേട്ടോ. പക്ഷെ ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് ചേർക്കേണ്ട സംഭവം കുറച്ച് തേങ്ങയാണ് കേട്ടോ. അതായത് ഞാനിവിടെ ഒരു കൈപ്പിടിയോളം തേങ്ങ, അതായത് നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയെടുത്ത തേങ്ങ തന്നെ ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതായത് ആ തേങ്ങേൻ്റെ ആ ഒരു തേങ്ങ ഒന്ന് ചൂടായി വരണം, അത്രയും മതി. ഒരുപാട് സമയമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഒരു മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാണ്ടെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. അതുവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ ദാണ്ടെ എല്ലാം ഒന്ന് തണുത്തായിരുന്നു. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ആക്കി കൊണ്ടുവരാവേ. ഒരുപാട് അരയ്ക്കണ്ട. ഇങ്ങനെ ഒന്ന് ക്രഷ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന 1 കപ്പോളം തൈര്. ഞാനിവിടെ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ ഒന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ദാണ്ടെ നല്ലപോലെ പേസ്റ്റ് ആക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വീണ്ടും അതേ പാൻ തന്നെ ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂണൊക്കെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് രണ്ടായിട്ടൊന്ന് പിച്ചി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ. കറിവേപ്പിലയ്ക്കൊന്നും അളവേ ഇല്ല. ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ചേക്കണേ. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കറക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പൊ ഇനി ആവശ്യത്തിനുള്ള ആ ഒരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാവേ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
ഉപ്പ് അല്പം കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാന് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പൊ ഇനി ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത് ഒരുപാട് നേരിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി. നമ്മളിങ്ങനെ കൈ വെച്ച് മേൽഭാഗത്ത് ഇങ്ങനെ തൊടുമ്പഴ്, ഇങ്ങനെ പിടിക്കുമ്പഴ്, ഇങ്ങനെ നമ്മുടെ കയ്യില് ആ ഒരു ചൂട് തട്ടണം. അങ്ങനത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കിനും ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കണം. തിളയ്ക്കാനോ ഒരുപാട് അങ്ങ് ചൂടാവാനോ പാടില്ല കേട്ടോ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തൈരല്ലേ, അതുകൊണ്ട് ഞാൻ ഓഫ് ആക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ. ആണ്ട് നമ്മുടെ അടിപൊളി ഒരു മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മോര് കറി ആരൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നെന്ന് കമന്റ് ചെയ്യണേ. ഇല്ലെങ്കിൽ ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഈ ഒരു മോര് കറിയോട് അഡിക്റ്റ് ആയി പോകും കേട്ടോ. മോര് ഇഷ്ടമല്ലാത്തവർക്ക് കൊടുത്താൽ പോലും കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോര് കറിയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു മോര് കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ സൈഡിൽ ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു തോരനോ ഒക്കെ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. നല്ല കുശാലായിട്ട് ഊണ് കഴിക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് ചീരത്തോരനും പിന്നെ ഒരു മീനും പൊരിച്ചിട്ടുണ്ട്. എനിക്കിത് ധാരാളം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.